ഹലോ എവ്രിവൺ, ഏവർക്കും പരിചയമുള്ള ഒരു നടനാണ് നമ്മുടെ ഒപ്പമുള്ളത്. അത് മറ്റാരുമല്ല, കൃഷ്ണപ്രസാദ് ചേട്ടനാണ്. ചേട്ടാ, വെൽക്കം ടു മാപ്സ്റ്റേക്ക് മീഡിയ. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? പുതിയൊരു പടം ചെയ്തിട്ടുണ്ട്, അത് റിലീസാണ് ജൂൺ 7. മായമ്മ എന്നാണ് പടത്തിൻ്റെ പേര്. ഒരു പഴയ കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതില് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറയാം. എൻ്റെ ക്യാരക്ടർ ശേഖരൻ എന്നാണ്. ഞാൻ ശരിക്കും വില്ലനായിട്ടാണ്. ഈ പടത്തിലെ മെയിൻ വില്ലൻ ഞാനാണ്. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. പണ്ട് ചെയ്തിട്ടുണ്ട്, മിഴികൾ സാക്ഷി എന്നൊക്കെ പറഞ്ഞ പടത്തിൽ മോഹൻലാൽ ചെയ്ത സുകുമാരിയമ്മ മെയിൻ ലീഡ് റോൾ ചെയ്ത ആ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതാണ്. എന്നാലും ഒരു കുറേ വർഷം. അതെ 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 അതെ. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ചേട്ടനിലോട്ട് എത്തുന്നത്? അല്ല, അത് ഡയറക്ടർ പിന്നെ അദ്ദേഹം രമേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴും ഞാനും ചോദിച്ചു ഇതിനകത്ത് ഞാൻ ചെയ്യണം. അപ്പോൾ പറഞ്ഞൊരു സിമ്പിളൻ ഒരു നമ്പൂതിരിയുടെ ഒരു ക്യാരക്ടറാണ്. ആ നമ്പൂതിരിയിലുണ്ടാകുന്ന ചില ഒരു എല്ലാവർക്കും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. അപ്പോൾ ആ ചീത്ത സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നാലും ഒരു വില്ലൻ ക്യാരക്ടർ വരാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത ചേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്നൊക്കെ വരുമ്പോ അച്ഛൻ ക്യാരക്ടറാണ്. അത് ഭയങ്കര മനസ്സില് അത് മറ്റേ ഷെഫീഖിന്റെ സന്തോഷം അങ്ങനത്തെ സിനിമയിലൊക്കെ ഭയങ്കര മഹാവീര്യരിലൊക്കെ നല്ല ഭയങ്കര ചേഞ്ച് ആയിരുന്നല്ലോ. ഇതുവരെ ക്യാരക്ടർ അങ്ങനെ ചേഞ്ച് വന്നല്ലോ. അതേപോലെ ഒരു ചേഞ്ച് ഈ വില്ലൻ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും, പ്രതീക്ഷിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും നമ്മൾ വർഷം കുറച്ചായില്ലേ സിനിമാ നടനായിട്ട് താന്നും പൊങ്ങിയൊക്കെ നിൽക്കുന്നു. അതിൽ ഇപ്പോഴും എനിക്കിപ്പോൾ ക്യാരക്ടർ വേഷം ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആ ക്യാരക്ടർ വേഷത്തിൽ നമ്മളൊരു ചെറിയൊരു വില്ലൻ ആ ടൈപ്പിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് മുതൽ കുറേ സിനിമയിൽ ചേട്ടൻ ചെറിയ വലിയ റോളായിട്ട് ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ സിനിമയും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ സിനിമയിലെ മെയിൻ കണ്ട ഡിഫറൻസ് എന്താണ്? ഇല്ല, ടെക്നോളജിയുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട്. അതിൽ ഇപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ഫിലിം റോളാണ്, അത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അത് പോയി. അപ്പം ഇന്നതല്ലോ, നമുക്ക് ചിപ്പ് കൊണ്ട് കാര്യങ്ങളിൽ എത്ര വേണേലും റീഷൂട്ട് ചെയ്യാം, റീടേക്ക് ചെയ്യാം. അന്നൊക്കെ റീടേക്ക് ചെയ്യാന്ന് പറയുന്നതൊക്കെ വലിയ ഭയങ്കര ടെൻഷൻ മാത്രമല്ല, ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്ന ഫിലിം എക്സ്പോസ് ആവുന്നതിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കാലഘട്ടം, അതാ ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടവും നമുക്ക് പരിചിതമായി, പുതിയ കാലഘട്ടവും പരിചിതമായി. അതെ രണ്ട് കാലഘട്ടത്തെ സിനിമകളായിട്ട്. അതെ 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 അതെ. ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും അല്ല, അതാ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതല്ലേ എപ്പോഴും നമുക്കും നല്ലതാവാൻ. ഇപ്പൊ ഈ ഒരു സിനിമയില് ഇപ്പൊ അതിന്റെ ടൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കുറെ വിശ്വാസവും അതെ 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 ഇല്ലവും പുള്ളുവനും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാ. അതെ. ഇപ്പത്തെ കാലത്ത് അങ്ങനത്തെ ഇപ്പൊ നമ്മള് പൊതുവെ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് പഴയ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടൊരു മൂവിയാണ് ഈ സിനിമ. അങ്ങനത്തെ ഒരു പടമാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു 80s 90s ഒക്കെ ആ കാലഘട്ടത്തിന്റെ ഒരു സംഭവമാണ്. ആ കാലഘട്ടം അതാ പറഞ്ഞ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ അവരത് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടാവുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. അതിൽ ഞാനൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു ലക്കാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാടായി തോന്നിയത്? വില്ലൻ ക്യാരക്ടറാണോ അതോ ഭയങ്കര സാധാരണ ക്യാരക്ടറാണോ? അല്ല, എപ്പോഴും നമുക്ക് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളത് സോഫ്റ്റായിട്ട് ചെയ്യാനാണ്. ഏറ്റവും സോഫ്റ്റായിട്ട് ചെയ്യുന്ന, കാരണം അതിൻ്റെ അളവ് മാറിയാൽ വളരെ ഇതാണ്. കോമഡി ആയാലും ആക്ഷൻ ആയാലും നമുക്ക് എത്ര വേണേലും എന്താ പറയുക, ഓവറായിട്ട് ചെയ്യാം, പിന്നെ അത് കൺട്രോൾ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം, ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം.